Hi everybody, good day to all. Today let's talk about Staphylococcus. Okay, അപ്പോൾ ഇന്ന് one of the students had asked a short note on Staphylococcus. Let's learn. Miss part 1 part 2 ആയിട്ടിടാം കേട്ടോ. Staph കുറച്ച് lengthy topic but simple topic and very important also for your exams. Okay. എടാ മിസ്സിന്റെ പല്ല് വയ്യ അപ്പം അതാണ് ഇങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് സംസാരിക്കുന്നത്. Okay, let's start. What all do you guys know about, and I'm using PowerPoint presentation and they are the ops today's internet, so yeah, just learning how to use it. Okay, so let's start guys. Our staff ne patti first point endannu vecha makkale staff endanariyo, tell me. It is a first thing, it is a gram positive cocci aanu. Okay, നമുക്കറിയാം നമ്മുടെ ബാക്ടീരിയ ഗ്രൂപ്പിനകത്ത് ബാക്ടീരിയനകത്ത് നിങ്ങൾക്ക് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ എന്തിനാണ് ഈ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയാ? ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർഗാനിസത്തിനെ, ഒരു ബാക്ടീരിയനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ അതിനെ പേർപ്പിൾ കളർ ആണെങ്കിൽ, മിസ് പേർപ്പിൾ കളർ എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ പേർപ്പിൾ കളർ ആണെങ്കിൽ അതെന്താണ്? ഗ്രാം പോസിറ്റീവ് ആണ്, ഗ്രാം പോസിറ്റീവ് ആണ്. ഓക്കെ, whereas one second guys, yeah, so purple color ആണ് നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഓർഗാനിസം എങ്കിൽ അതിനെ നമ്മൾ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം എന്ന് വിളിക്കും. ഓക്കെ, അതേസമയം റെഡ് കളറിലാണ് ഒരു ഓർഗാനിസം ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം എന്ന് വിളിക്കും. അപ്പോൾ സ്റ്റഫൈലോകോക്കസ് മക്കളെ അതൊരു ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആണെന്ന് പറഞ്ഞാൽ അതിന്റെ കളർ എന്താണ്? ഇറ്റ് ലുക്സ് പേർപ്പിൾ ഇൻ കളർ. അതാ നിങ്ങൾ ഈ സ്ലൈഡ് നോക്കിക്കേ, സി ഇറ്റ് ലുക്സ് പേർപ്പിൾ ഇൻ കളർ, റൈറ്റ്? Okay, now it is a cocci. See, you know that bacteria ഒന്നെങ്കിൽ ഇതേപോലെ റൗണ്ട് ആയിട്ടിരിക്കും. ഇങ്ങനത്തെ ബാക്ടീരിയ ആണ് നമ്മൾ കോക്കൈ എന്ന് പറയാ. ചില ബാക്ടീരിയസ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഇരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബാസിലൈ എന്ന് പറയാ അല്ലേ. അപ്പോൾ സ്റ്റെഫൈലോകോക്കസ് ഒരു കോക്കയാണ്. ഓക്കെ, റൗണ്ട് ഒരു ബോൾ ഷേപ്പ് ആയിരിക്കും കാണാനായിട്ട്. അപ്പൊ അതൊരു ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോണ്ടല്ലോ മക്കളെ, അതിനെ കാണാൻ എങ്ങനെയായിരിക്കും എന്ന് അറിയോടാ? ഇറ്റ് ലുക്സ് ലൈക്ക് ഗ്രേപ്സ്. ഓക്കെ, ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് അപ്പിയറൻസ്. കുറെ ഗ്രേപ്സ് ഇങ്ങനെ നമ്മുടെ കടയിലൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ്. ഒരു മിനിറ്റ് മക്കളെ, ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഗ്രേപ്സ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന പോലെ ഇരിക്കും കാണാനായിട്ട്. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? ഇറ്റ് ലുക്സ് ലൈക്ക് എ ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് അല്ലേ. ബ്യൂട്ടിഫുൾ ടു സീ, റൈറ്റ്? ഓക്കെ, ഇനിയും സിമ്പിൾ 3 പോയിന്റ്സ്. എല്ലാ ഓർഗാനിസം പറ്റി പഠിക്കുമ്പോഴത്തേക്കും നിങ്ങളത് അതിന് ചുറ്റിനൊരു ക്യാപ്സ്യൂൾ ഉണ്ടോ എന്ന് പറയണം. ഓക്കെ, അത് സ്പോർ ഫോം ചെയ്യുമോ എന്നുള്ളത് പറയണം, അതിന് അനങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും പറയണം. അപ്പോൾ സ്റ്റഫൈലോകോക്കസിന് വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. ഇതെല്ലാം നോ. ഓക്കെ, ഇത് ക്യാപ്സുലേറ്റഡ് ആണോ? അല്ല. നല്ല പല്ല് വേണം മക്കളെ, അതാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്, ഭയങ്കര ഇറിറ്റേഷൻ. പിന്നെന്താണ്? ക്യാപ്സ്യൂൾ ഉണ്ടോ ഈ സ്റ്റാഫിന്റെ ചുറ്റിനും? ക്യാപ്സ്യൂൾ ഉണ്ടോ? ഇല്ല. സ്പോറിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ സ്പോർ ഫോം ചെയ്യും? അത് ഇല്ല, അതാണ് നോൺ സ്പോറിംഗ്. പിന്നെ ഒരു മിനിറ്റ് മോനെ, ആണ് ഇത് മോട്ടൈൽ ആണോ? ഇത് അനങ്ങോ? ഇല്ല. ഓക്കെ, ഇറ്റ്സ് നോൺ മോട്ടൈൽ. സോ ദീസ് 3 പോയിന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നോൺ ക്യാപ്സുലേറ്റഡ് ആണ്, നോൺ സ്പോറിംഗ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ ഓൾസോ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. മിസ് നെക്സ്റ്റ് സ്ലൈഡ് എടുക്കട്ടെ, പഠിച്ചു വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് സ്ലൈഡ്. ഗൈസ്, ഇനി അതിന്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഈ സ്റ്റഫൈലോകോക്കസ് എന്ന് പറഞ്ഞാൽ, സ്റ്റഫൈലോ എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ആൻഡ് കോക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ബെറി ഷേപ്ഡ്. ഓക്കെ, ഈ മിസ് നേരത്തെ പറഞ്ഞില്ലേ ഒരു ബെറീസ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന പോലെ ആയിരിക്കും കാണാനായിട്ട് അതിനെ മൈക്രോസ്കോപ്പിൽ. സോ അതിനെ ദാറ്റ്സ് വൈ ദ നെയിം സ്റ്റഫൈലോകോക്കസ്, അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്പ് അപ്പിയറൻസ്. ഓക്കെ, സ്റ്റാഫ് ഓറിയസ് ആണ്. നമുക്ക് സ്റ്റഫൈലോകോക്കസിൽ പല തരത്തിലുള്ള സ്റ്റഫൈലോകോക്കസ് ഉണ്ട്, പല ടൈപ്സ് ഉണ്ട് മോനെ. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഈ ഓറിയസ് എന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ യെല്ലോ കളർ എന്നാണ്. ഓക്കെ, നിങ്ങൾ കൾച്ചർ മീഡിയയിൽ ഇതിനെ വളർത്തുമ്പോൾ, പല കൾച്ചർ മീഡിയ ഉണ്ട് കേട്ടോ, കൾച്ചർ മീഡിയയിൽ വളർത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കളറിലാണ് ഇത് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണുക? ഗോൾഡൻ യെല്ലോ കളറിലായിട്ടാണ് കാണുക. ഓക്കെ, അപ്പൊ ഈ ഗോൾഡൻ യെല്ലോന് സോ ഈ ഓറിയസിന്റെ അർത്ഥമാണ് എന്ത്? ഗോൾഡൻ യെല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി
this is catalase. ഓരോ ഓർഗാനിസം catalase positive ആണോ എന്ന് നമ്മൾ പഠിക്കണം അല്ലേ? catalase positive ആണോ, oxidase positive ആണോ, right? So about staph, is it catalase positive? The answer is yes. അത് catalase positive ആണ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മോനെ, catalaseന്റെ അർത്ഥം എന്താണ്? It is an enzyme. Okay, പല ബാക്ടീരിയയ്ക്കും പല തരത്തിലുള്ള enzymes ഉണ്ട്. അതിൽ catalase is one enzyme, right? So ഈ staph aureusന് catalase enzyme ഉണ്ടോ? Okay, ഉണ്ടോ ഇല്ലയോ നമുക്കൊരു ടെസ്റ്റിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. So actually the answer is yes. Staph aureus is catalase positive. Now why are we learning this? See, നിങ്ങളിപ്പോൾ ഒരു സ്പെസിമെൻ, ഒരു പേഷ്യന്റ് സാമ്പിൾ കിട്ടി നിങ്ങൾക്ക്, നിങ്ങളാണെങ്കിൽ ആ സാമ്പിൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുന്നത് ഇതേപോലെ purple color organisms ആണ്. purple color organismsനെയാണ്. അപ്പോ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട രണ്ട് ഓർഗാനിസംസ് ഉണ്ട് മക്കളെ. ഒന്ന് നമ്മുടെ സ്റ്റാഫ് ആണ്. ഓക്കെ, ഒബ്വിയസ്ലി. രണ്ട്, ഇതേപോലെ ഒരു ലുക്ക് ആയിരിക്കും എന്തിനുള്ളത്? സ്ട്രെപ്റ്റോകോക്കസിന്. എന്താ മോനെ? സ്ട്രെപ്റ്റോകോക്കസിന്. അപ്പോ സ്റ്റാഫ് ആണോ നിങ്ങൾ കാണുന്നത്, സ്ട്രെപ്പ് ആണോ കാണുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലേസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ മക്കളെ? നിങ്ങൾ പേഷ്യന്റ് ഒരു സ്പെസിമെൻ എടുക്കുന്നു. ഓക്കെ, ആള് ഒരു അസുഖമായിട്ട് വന്നിട്ട്, ഒരു ഇൻഫെക്ഷൻ ആയിട്ട് വന്നതാണ്. നിങ്ങൾ അയാളുടെ സ്പെസിമെൻ എടുക്കുന്നു, ബ്ലഡോ യൂറിനോ എന്തെങ്കിലും എടുക്കുന്നു. അത് നിങ്ങൾ when you are seeing it under the microscope, okay, നിങ്ങൾ കാണുന്നത് purple color organism ആണെങ്കിൽ two thoughts വരണം. ഓക്കെ, purple color gram positive കോക്കയാണ് കാണുന്നതെങ്കിൽ, purple കളറിലുള്ള ഇങ്ങനത്തെ റൗണ്ട് ഓർഗാനിസം ആണെങ്കിൽ ഒന്നെങ്കിൽ അത് സ്റ്റാഫ് ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും? സ്ട്രെപ്റ്റോകോക്കസ് ആയിരിക്കും. അപ്പൊ ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യും. അതാണ് എന്ത്? കാറ്റലേസ് ടെസ്റ്റ്. ഓക്കെ, സോ ബേസിക്കലി കാറ്റലേസ് ടെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അതാ മിസ് പറഞ്ഞത്. ഓരോ ബാക്ടീരിയയും, ചില ബാക്ടീരിയസ് കാറ്റലേസ് ഉണ്ടാക്കും. കാറ്റലേസ് ഒരു എൻസൈം ആണ്. ഓക്കെ, ചില ബാക്ടീരിയ ഉണ്ടാക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഉണ്ടല്ലോ, കാറ്റലേസ് പോസിറ്റീവ് ആണ്. അതിന്റെ അർത്ഥം സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് കാറ്റലേസ് എന്ന് പറയുന്ന എൻസൈം അത് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വേറാസ് നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ ബെറ്റർ, അല്ല മിസ് ആദ്യമായിട്ടല്ലേ ഈ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. ഓപ്സ് ആകുമ്പോൾ ഇങ്ങനെ എഴുതി പഠിപ്പിക്കാം, ഇതിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് കാറ്റലേസ് നെഗറ്റീവ് ആണ്. ഈ സ്ട്രെപ്റ്റോകോക്കസ് ഓർഗാനിസംസ് ഓക്കെ കാറ്റലേസ് ഉണ്ടാക്കത്തില്ല. ദേ വോണ്ട് പ്രൊഡ്യൂസ് കാറ്റലേസ് എൻസൈം. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാറ്റലേസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മക്കളെ, നമ്മളൊരു സ്ലൈഡ് എടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ് us say നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നതെന്ന് അറിയാമോനെ? നമ്മൾ ആഡ് ചെയ്യുന്നതാണ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ സ്പെസിമെൻ, നമ്മുടെ പേഷ്യന്റ് സാമ്പിളും ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ പേഷ്യന്റ് സാമ്പിളിനകത്ത് സ്റ്റെഫൈലോകോക്കസ് ഉണ്ടെങ്കിൽ സ്റ്റെഫൈലോകോക്കസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കാറ്റലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഈ കാറ്റലേസ് എന്ത് ചെയ്യുമെന്ന് അറിയൂടാ? നമ്മുടെ H2O2നെ അങ്ങ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനും ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഈ ഓക്സിജൻ ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഈ കുമിള് പോലെ നിങ്ങൾ കാണുന്നത്. കണ്ടോ, കുമിളിങ്ങനെ ബബിള് പോലെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡ് കാറ്റലേസ് പോസിറ്റീവ് എന്ന് നമ്മൾ പറയും. ഈ രണ്ടാമത്തെ സ്ലൈഡ് നോക്കിയാൽ മോനെ, നിങ്ങൾ കുമിള് വല്ലതും കാണുന്നുണ്ടോ? ഇല്ല, പ്ലെയിൻ സ്ലൈഡ് ആണ്. ഇത് നമ്മുടെ കാറ്റലേസ് നെഗറ്റീവ് ആണ്. ഇത്രയും മനസ്സിലായടാ? നമ്മുടെ മിസ് പറഞ്ഞുതരാം. നമ്മളൊരു സ്ലൈഡിനകത്ത് എന്ത് എടുക്കുന്നു, നമ്മൾ എന്ത് മിക്സ് ചെയ്യുന്നു? ഹൈഡ്രജൻ പെറോക്സൈഡും ആ പേഷ്യന്റ് സാമ്പിളും കൂടെ മിക്സ് ചെയ്യുന്നു. ഓക്കെ, ഒരു സാമ്പിളിനകത്ത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നു. അപ്പൊ പേഷ്യന്റ് സാമ്പിളിനകത്ത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഉണ്ടെങ്കിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും? നോർമലി കാറ്റലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാറ്റലേസ് എന്ത് ചെയ്യുമെന്ന് അറിയാട്ടെ? ഇത് ഭയങ്കര നോട്ടി എൻസൈം ആണ്. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഇത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ബ്രേക്കപ്പ് ആക്കും. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിനെ H2O2 ആണ് അതിന്റെ കെമിക്കൽ നെയിം. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിനെ അതിനെ H2Oയും O2മായിട്ട് അത് മാറ്റും. എന്നുവെച്ചാൽ വാട്ടറും ഓക്സിജനുമായിട്ട് അതിനെ ബ്രേക്കപ്പ് ആക്കും. മനസ്സിലായോ? ഇത് വില്ലനാണ് നമ്മുടെ കാറ്റലേസ് എൻസൈം. അപ്പൊ അങ്ങനെ ഈ ഓക്സിജൻ ഫോം ആവുന്നത് കൊണ്ട് മക്കളെ, ഈ ഓക്സിജൻ അതൊരു എയർ അല്ലേ? അപ്പൊ ഈ സാമ്പിളിനകത്ത് ഇങ്ങനെ എയർ ഇങ്ങനെ കുമിള് പോലെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇങ്ങനെ ബബിള് പോലെ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാറ്റലേസ് പോസിറ്റീവ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടാൽ ഇറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ ആഡ് ചെയ്ത സാമ്പിളിൽ എന്തുണ്ട് മോനെ? സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഫൈൻ. ഈ രണ്ടാമത്തെ സ്ലൈഡിൽ സ്റ്റാഫ് ഓറിയസ് ഉണ്ടോ? സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഉണ്ടോ? ഇല്ല, ബബിൾ ഇല്ല അല്ലേ? സോ പ്രോബബ്ലി എന്താ നിങ്ങൾ കണ്ട ചിലപ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് ആയിരിക്കും. കാരണം സ്ട്രെപ്റ്റോകോക്കസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? കാറ്റലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഓക്കെ, വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്.
ഓക്കെ, ഇനി അടുത്തത് മക്കളെ, അടുത്തത് ഇറ്റ്സ് കോൾഡ് coagulase ടെസ്റ്റ്. ഓക്കെ, അപ്പോ ലെറ്റ് us say നിങ്ങൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്തു, പേർപ്പിൾ കളർ ഓർഗാനിസത്തിനെ കിട്ടി. ഓക്കെ, ആൻഡ് സോ നിങ്ങൾ സ്റ്റാഫ് ആണോ സ്ട്രെപ്റ്റോകോക്കസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വാട്ട് യു ഡിഡ്, കാറ്റലേസ് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, കാറ്റലേസ് പോസിറ്റീവ് ആയിട്ട് വന്നു. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചു അത് സ്റ്റാഫ് ഓറിയസ് ആണ്. ഈ സ്റ്റഫൈലോകോക്കസ് ആണ് നിങ്ങൾ ഉറപ്പിച്ചു. ഓക്കെ, അപ്പം കാറ്റലേസ് ടെസ്റ്റ് പോസിറ്റീവ് വന്നാൽ അത് സ്റ്റഫൈലോകോക്കസ് ആണ്. ഇനി സ്റ്റഫൈലോകോക്കസിന് പല ടൈപ്സ് ഉണ്ട് മക്കളെ. അതിനകത്ത് ഏറ്റവും വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണോ ആ പേഷ്യന്റിനുള്ളത് അതോ വേറെ ഏതെങ്കിലും സ്റ്റഫൈലോകോക്കസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യും. അതാണ് മിസ് വേറൊരു കളർ എടുക്കട്ടെടാ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ coagulase ടെസ്റ്റ് ചെയ്യുന്നത്. എന്ത്, ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണോ ഈ സ്പെസിമെനകത്തുള്ളത് അതോ വേറെ ഏതെങ്കിലും സ്റ്റഫൈലോകോക്കസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യും. അതെന്താ മോനെ, ദാറ്റ്സ് കോൾഡ് as coagulase ടെസ്റ്റ്. coagulase ടെസ്റ്റ്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ സിമ്പിൾ ആണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണെങ്കിൽ coagulase എന്ന് പറഞ്ഞൊരു എൻസൈം അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ഓർഗാനിസം coagulase എന്ന് പറയുന്ന ഒരു എൻസൈം സെക്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത് coagulase ടെസ്റ്റ്. ഓക്കെ, സോ വാട്ട് വി ഡു ഇസ്, ഓക്കെ, ഇത് ജസ്റ്റ് എഴുതിയാൽ മതി. Staphylococcus aureus it is coagulase positive എന്ന് എഴുതുക. coagulase ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് എഴുതുക. മിസ് അതിന്റെ അർത്ഥം പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. ഈ coagulase ടെസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ ഇത് സ്ലൈഡ് ചെയ്യാം അല്ലെങ്കിൽ ട്യൂബിൽ ചെയ്യാം. ഓക്കെ, സ്ലൈഡ് ചെയ്യാം അല്ലെങ്കിൽ ട്യൂബിൽ ചെയ്യാം. Now ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല, നിങ്ങൾ എഴുതാൻ വേണ്ട. ജസ്റ്റ് തിയറിയിൽ ഇത് coagulase ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും സ്റ്റാഫ് ഓറിയസ് എന്ന് എഴുതിയാൽ മതി. ബട്ട് മനസ്സിലാക്കാൻ വേണ്ടി മിസ് പറഞ്ഞുതരാം. ഇപ്പം മക്കളെ, ഈ coagulase എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ പ്ലാസ്മയില് ഒരു മിനിറ്റ്, ഇതെന്താണ് ഇങ്ങനെ വരുന്നത്? എനിവേസ്, നമ്മുടെ പ്ലാസ്മയിൽ there is this ഇപ്പൊ ഒരു മുറിവുണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിനകത്ത്, അപ്പൊ നമ്മുടെ ക്ലോട്ടിംഗ് കാസ്കേഡ് ആക്ടിവേറ്റ് ആവും. ഓക്കെ, ആൻഡ് അതിന് ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് മോനെ, ഫിബ്രിൻ ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിനുശേഷമാണ് ക്ലോട്ട് ഉണ്ടാവുന്നത്. അതിനുശേഷം കൂടുതൽ ബ്ലീഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇത് ഫിസിയോളജിയാണ്. ഈ പാട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് റിമെമ്പർ, ഒരു മുറിവുണ്ടായാൽ ഇനി എപ്പോഴും നമുക്ക് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ഒരു മുറിവുണ്ടായാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ അതങ്ങ് ക്ലോട്ട് ആവും ഇല്ലേ. അപ്പൊ അതിന്റെ മെക്കാനിസം ആണ് മിസ് പറയുന്നത്. ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ ഈ ക്ലോട്ടിംഗ് കാസ്കേഡ് എന്ന് പറഞ്ഞൊരു ഫിസിയോളജിക്കൽ സംഭവം അത് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ബോഡിയിൽ. പാത്വേസ് ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് അവസാനത്തെ സ്റ്റെപ്പാണ് ഈ ഫിബ്രിനോജനെ ഫിബ്രിൻ ആക്കി മാറ്റുന്ന സ്റ്റെപ്പ്. ഓക്കെ, ഫിബ്രിൻ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ആ മുറിവുള്ള ഭാഗത്ത് അങ്ങ് ക്ലോട്ട് ആവും. ഓക്കെ, അപ്പൊ ഫിബ്രിനോജനെ ഫിബ്രിൻ ആക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ coagulase എന്ന് പറയുന്ന എൻസൈം ആണ്. നമ്മുടെ ബോഡിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ സെയിം തിങ് സ്റ്റാഫ് ഓറിയസും എന്ത്, this also produces coagulase. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളൊരു സ്ലൈഡിനകത്ത്, നമുക്ക് സ്ലൈഡിലും ചെയ്യാം ടെസ്റ്റ്, ട്യൂബിലും ചെയ്യാം. ഓക്കെ, ഈ സ്ലൈഡിനകത്ത് എന്ത് ചെയ്യുന്ന പറയാം, നമ്മൾ പേഷ്യന്റിന്റെ സാമ്പിൾ എടുക്കുന്നു. ഓക്കെ, പേഷ്യന്റിന്റെ സാമ്പിളും പ്ലാസ്മ, ഓക്കെ, നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലെ പ്ലാസ്മയും കൂടെ മിക്സ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലൈഡ് മിസ് ആർമേ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ പേഷ്യന്റിന്റെ സാമ്പിളും, ഓക്കെ, പേഷ്യന്റിന്റെ സാമ്പിളും പിന്നെ പ്ലാസ്മയിലെ മോനെ നമ്മുടെ ബ്ലഡും കൂടെ മിക്സ് ചെയ്യുന്നു. ഓക്കെ, ഈ പ്ലാസ്മ നമ്മുടെ ലാബിനകത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മാനുഫാക്ചർ ചെയ്യാന്നേ ഉള്ളൂ ഈ പ്ലാസ്മ. this one. Okay, so patient സാമ്പിൾ എടുക്കുന്നു, നമ്മൾ പ്ലാസ്മയും കൂടെ എടുക്കുന്നു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ പ്ലാസ്മയിനകത്ത് എന്തുണ്ട്, ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോ ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഇതാണ്, ഈ പേഷ്യന്റ് സാമ്പിളിനകത്ത് മോനെ സ്റ്റാഫ് ഓറിയസ് ആണ് ഉള്ളെങ്കിൽ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, coagulase എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ coagulase ഈ പ്ലാസ്മ നമ്മൾ ലാബിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാന്നേ ഉള്ളൂ. പ്ലാസ്മ കേട്ടോ, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം. സോ ഈ പ്ലാസ്മയിനകത്തുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഫിബ്രിനോജനെ ഫിബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ബേസിക്കലി അവിടെ ഒരു അഗ്ലൂട്ടിനേഷൻ നടക്കും. ഈ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ കുരുകുര കണ്ടോ, അഗ്ലൂട്ടിനേഷൻ നടക്കും. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ, ഇത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല മോനെ,
നിങ്ങൾ ഈ സ്ലൈഡ് ടെസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ ട്യൂബിനകത്ത് ക്വാഗുലേസ് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ കുരുകുര വൈറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ക്വാഗുലേഷൻ എന്ന് പറയും. ക്വാഗുലേഷൻ പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഷ്യന്റ് സാമ്പിളിനകത്ത് ആരാണ് ഇരിക്കുന്നത്? സ്റ്റാഫ് ഓറിയസ് ആണ്, സ്റ്റെഫലോകോക്കസ് ഓറിയസ് ആണ്. ഓക്കെ, നിങ്ങൾ രണ്ടാമത്തെ ഈ സ്ലൈഡ് നോക്കി, ഈ സ്ലൈഡ് തന്നെ രണ്ടാമത്തെ സ്പെസിമെൻ ആണ്. ഓക്കെ, സെയിം തിങ്. ഞാനൊരു പേഷ്യന്റ് സാമ്പിൾ എടുത്തു, പ്ലാസ്മ ലാബിൽ ഉണ്ടാക്കിയ പ്ലാസ്മ ആയിട്ട് ഇതിനെ ആഡ് ചെയ്യുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ അഗ്ലൂട്ടിനേഷൻ വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം ആ പേഷ്യന്റ് സാമ്പിളിനകത്ത് സ്റ്റാഫ് ഓറിയസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ഈ ക്വാഗുലേസ് ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അത് സ്റ്റാഫ് ഓറിയസ്. ഓക്കെ, ഇനി ക്വാഗുലേസ് ടെസ്റ്റ് നെഗറ്റീവ് ആയാൽ നമ്മൾ ആ ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് മോനെ CONS. CONS എന്താ? ക്വാഗുലേസ് നെഗറ്റീവ് സ്റ്റെഫലോകോക്കസ്. ഓക്കെ, വൺസ് അഗൈൻ ക്വാഗുലേസ് ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ നമ്മൾ പറയും ആ സ്പെസിമെനകത്ത് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഉണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും സ്റ്റെഫലോകോക്കസ് ഓറിയസ് തന്നെയാണ്, പക്ഷെ അത് സോറി ഗൈസ്, ക്വാഗുലേസ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും അത് സ്റ്റെഫലോകോക്കസ് തന്നെയാണ്, പക്ഷെ ഓറിയസ് അല്ല, വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്റ്റെഫലോകോക്കസ് ആയിരിക്കും. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഫൈൻ. ഇതേപോലെയാണ് ട്യൂബിലും സിമ്പിൾ ആണ്. ദാ ഇവിടെ കണ്ടോ കുരുകുര ഇങ്ങനെ അഗ്ലൂട്ടിനേഷൻ നടക്കുന്ന കണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങൾ ഇതിനകത്ത് ആഡ് ഈ സാമ്പിളിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്ത പേഷ്യന്റ് സാമ്പിളിനകത്ത് എന്തുണ്ട് മോനെ? സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ കട്ടയായിട്ട് വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റെഫലോകോക്കസ് ഓറിയസ് അല്ല, സ്റ്റെഫലോകോക്കസ് വേറെ ഏതെങ്കിലും ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ വേറെ ഏതെങ്കിലും ടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്, ക്വാഗുലേസ് നെഗറ്റീവ് സ്റ്റെഫലോകോക്കസ്. ഇത്രയും മനസ്സിലായോടാ? Okay, let's go to the next slide. മക്കളെ, ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ മിസ് പഠിപ്പിച്ചില്ലായിരുന്നോ CONS? ഇതിനകത്ത് ഇത് കാണില്ല കേട്ടോ, നമ്മൾ എവിടെ എഴുതുന്നെന്ന്. എഴുതി കഴിഞ്ഞിട്ടേ കാണുള്ളൂ നമ്മൾ എവിടെ എഴുതുന്നത്. അതിന് ഞാൻ കഴ്സർ ഐ ഡോണ്ട് നോ. ഓക്കെ, സോ മിസ് ഇപ്പൊ കോൺസിനെ പറ്റി പഠിപ്പിച്ചില്ലായിരുന്നോ? ക്വാഗുലേസ് നെഗറ്റീവ് സ്റ്റെഫലോകോക്കസ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ രണ്ട് ഓർഗാനിസത്തിനെ പറ്റി പഠിക്കണം. ഒന്ന് സ്റ്റാഫ് എപ്പിഡെർമിഡിസ് ആണ്, മറ്റേത് സ്റ്റാഫ് സാപ്രോഫിറ്റിക്കസ് ആണ്. അപ്പൊ കോൺസിനകത്ത് കുറെ സ്റ്റെഫലോകോക്കസിന്റെ ടൈപ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് സ്റ്റാഫ് എപ്പിഡെർമിഡിസും മറ്റേത് സ്റ്റെഫലോകോക്കസ് സാപ്രോഫിറ്റിക്കസും. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ആസ് നോവോബയോസിൻ സസെപ്റ്റബിലിറ്റി ടെസ്റ്റ്. നോവോബയോസിൻ സസെപ്റ്റബിലിറ്റി ടെസ്റ്റ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മക്കളെ, നോവോബയോസിൻ എന്ന് പറഞ്ഞാൽ അതൊരു ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ഈ ആന്റിബയോട്ടിക് നിങ്ങളുടെ ഒരു പേഷ്യന്റ് സാമ്പിൾ എടുക്കുകയാണ്. ഈ പേഷ്യന്റ് സാമ്പിളിനകത്ത് നിങ്ങൾ പറയാണ് കോൺസ് ആണ്, എന്ന് വെച്ചാൽ സ്റ്റെഫലോകോക്കസിന്റെ ഒരു തരം വെറൈറ്റി ആണ് ഇതിനകത്ത് ഉള്ളത് എന്ന് നിങ്ങൾ പറയാണ്. നിങ്ങൾ മെയിൻ ആയിട്ട് രണ്ടെണ്ണം അറിഞ്ഞിരിക്കുക. ഒന്ന് സ്റ്റെഫലോകോക്കസ് എപ്പിഡെർമിഡിസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റെഫലോകോക്കസ് സാപ്രോഫിറ്റിക്കസ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കോൺസിനകത്ത് വരും. ഐ മീൻ there are many types, but അറിഞ്ഞിരിക്കേണ്ട ഈ രണ്ടെണ്ണമാണ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ, ഈ രണ്ടെണ്ണത്തിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നോവോബയോസിൻ സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മോനെ, നോവോബയോസിൻ ഒരു ആന്റിബയോട്ടിക് ആണ്. ഓക്കെ, ഈ ആന്റിബയോട്ടിക്കും പേഷ്യന്റ് സാമ്പിളായിട്ട് നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ ഇതിനകത്തുള്ള ബാക്ടീരിയ ചത്തുപോവുകയാണെങ്കിൽ അതിനെ നമ്മൾ സസെപ്റ്റബിൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ ഈ ആന്റിബയോട്ടിക്കുമായിട്ട് സസെപ്റ്റബിൾ ആണ്, എന്നാൽ ചത്തുപോകും. ഓക്കെ, സോ അങ്ങനെ ചത്തുപോവുകയാണെങ്കിൽ we will say that it is Staphylococcus epidermidis. Okay, whereas നിങ്ങൾ patient sample ആണ് മോനെ, നിങ്ങൾ നോവോബയോസിനും പേഷ്യന്റ് സാമ്പിൾ ആയിട്ട് റിയാക്ഷൻ നടത്തി, ബട്ട് സ്റ്റിൽ ഇതിനകത്തുള്ള ബാക്ടീരിയ ഭയങ്കര വില്ലൻ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഇത് ചാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇത് വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോം ആണ് എന്ന് പറയും. അപ്പൊ ബേസിക്കലി അങ്ങനെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് Staphylococcus saprophyticus ആണ്. ഇത്ര മനസ്സിലായോ മോനെ? ഓക്കെ, ഫൈൻ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. ഇനി വെരി ഇമ്പോർട്ടന്റ് എടാ, കൾച്ചർ മീഡിയ. സ്റ്റെഫലോകോക്കസിന്റെ കൾച്ചർ മീഡിയ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ആണ് കേട്ടോ മോനെ. ഫസ്റ്റ് വൺ ഇസ് ന്യൂട്രിയന്റ് അഗാർ. ന്യൂട്രിയന്റ് അഗാറിനകത്ത് നിങ്ങൾ സ്റ്റെഫലോകോക്കസിനെ വളർത്തിയാൽ നിങ്ങൾക്ക് ഏതൊരു പിക്ചർ ആയിരിക്കും കിട്ടുക, അതെങ്ങനെയായിരിക്കും വളരുക? ഓക്കെ, സോ ന്യൂട്രിയന്റ് അഗാർ ഇറ്റ് ഗ്രോസ് ആസ് എ ഗോൾഡൻ യെല്ലോ പിഗ്മെന്റ്. മക്കളെ ഇങ്ങോട്ട് നോക്കണം, ഇതാണ് ന്യൂട്രിയന്റ് അഗാർ. ഇത് കണ്ടോ ന്യൂട്രിയന്റ് അഗാർ. ഇതിനകത്ത് നിങ്ങൾ പേഷ്യന്റ് സാമ്പിൾ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് അത് വളരുമ്പോൾ ഏത് കളറിലായിരിക്കും?
culture വളരുമ്പോൾ ഏത് കളറിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? That will be a golden yellow pigment. Very, very important. Okay. And see, it also gives you this oil paint appearance. കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കിയാൽ paint ഒരു oil വെച്ച് paint അടിച്ച പോലെ ഒരു appearance ആണ് മക്കളെ. Okay, so also gives you this oil paint appearance. Okay, ഇത് viva question ആണ്. Oil paint appearance, and in competitive exams also they ask you this, which bacteria gives this oil paint appearance? അപ്പോൾ മക്കളെ മനസ്സിലായ nutrient agarനകത്ത് it's time for my child to come. Okay. Yeah, so nutrient agarnathu there is this golden yellow pigment. Staphylococcus aureus ഏത് കളർ ആയിരിക്കും തരുന്ന മക്കളെ? Golden yellow pigment. Also this, or you can say oil paint appearance. എത്ര മനസ്സിലായോ? Let's go to the next. Blood agarnathu Staphylococcus വളർത്തിയാൽ, okay, it will show you something called as beta hemolysis. എന്താ മോനെ? Beta hemolysis. See, blood agarനകത്ത് എന്തുണ്ട് മക്കളെ? RBCs ഉണ്ട്, sheep RBCs ഉണ്ട്, okay, red blood cells ഉണ്ട്. അപ്പോൾ ചില ബാക്ടീരിയ എന്ത് ചെയ്യുമെന്ന് അറിയാം മക്കളെ? ഈ RBCസിനെ കില്ല് ചെയ്യും, ഹീമോലൈസിസ് ചെയ്യും, എന്നുവെച്ചാൽ കില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ കില്ല് ചെയ്താൽ ഈ റെഡ് കളറിന് പകരം അവിടെ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാം മോനെ? അവിടെ നമുക്കൊരു ട്രാൻസ്ലൂസന്റ് ഇങ്ങനെ ഈ ബ്ലാക്ക് ഏരിയ കണ്ടോടാ, ഈ ബ്ലാക്ക് ഏരിയ കണ്ടോ? കോളനിക്ക് ചുറ്റും, അത് ഹീമോലൈസിസ് ആണ്. ഓക്കെ, അവിടെ RBCs ഹീമോലൈസിസ് അണ്ടോ ചെയ്യുന്നു വെച്ചാൽ സത്തുപോയി. ഓക്കെ, അത് ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബ്ലാക്ക് ഒരു ബോർഡർ കണ്ടോ മോനെ? അവിടെ ആ ഏരിയ ഹീമോലൈസിസ് ഏരിയ ആണ്. ഓക്കെ, അപ്പം ദിസ് ബാക്ടീരിയ Staphylococcus ബീറ്റ ഹീമോലൈസിസ് ആണ് ബ്ലഡ് അഗാറിൽ തരിക. അതിന്റെ അർത്ഥം ഈ ഹീമോലൈസിസ് തന്നെ പലതരം ഉണ്ട് മക്കളെ. ആൽഫ ഹീമോലൈസിസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് പാർഷ്യൽ ഹീമോലൈസിസ് ആണ്, എന്ന് പറഞ്ഞാൽ കുറച്ച് RBCസിനേക്ക് അത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ചില ഓർഗാനിസംസ് അങ്ങനെയാണ്. ചില ഓർഗാനിസംസ് ബീറ്റ ഹിമോലൈസിസ് കാണിക്കും, എന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഹിമോലൈസിസ് ആണ്. നിങ്ങൾ RBCയിൽ ഇങ്ങനത്തെ ഒരു ബാക്ടീരിയ Staphylococcusനെ വളർത്തിയാൽ ബീറ്റ ഹിമോലൈസിസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് അതിന് ആ കോളനിക്ക് ചുറ്റിനുമുള്ള RBCസിനെ കംപ്ലീറ്റ് ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യും കേട്ടോ. നിങ്ങൾ മക്കളെ ഇവിടെ നോക്കടാ, ഇതാണ് ഈ വൈറ്റ് ഈ കോളനീസ് ഒക്കെ കണ്ടോ? ഈ വളരുന്ന കോളനീസ് ഒക്കെ അതിന് ചുറ്റിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ബ്ലാക്ക് ഏരിയ കണ്ടോ? എന്ന് വെച്ചാൽ അവിടുത്തെ RBCസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തേക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ഹിമോലൈസിസിനെ പറയുന്ന വേറെ പേരാണ് ബീറ്റ ഹിമോലൈസിസ്. ഓക്കെ, ആരാണ് ഈ ബീറ്റ ഹിമോലൈസിസ് തരിക മക്കളെ? വെരി ഗുഡ്, Staphylococcus aureus. ഓക്കെ മക്കളെ, ബ്രഷ് യുവർ ടീത്ത് മോർണിംഗ് ആൻഡ് ഈവനിങ്. ഓക്കെ, ഞാനുണ്ടല്ലോ ഈ ഡെന്റൽ ഐ യൂസ് ടു ബ്രഷ് ഓൺലി ലെറ്റ്സ് സേ once a day മോർണിംഗ്. ഈവനിങ് ആണെങ്കിൽ ഞാൻ ചില സമയത്ത് ചോക്ലേറ്റും കഴിച്ചിട്ട് കിടക്കുമായിരുന്നു. ഇപ്പം പല്ലിന് പണി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പൊ എന്റെ മാത്രമല്ല, എന്റെ ഹസ്ബൻഡ്, എന്റെ കൊച്ചിന് കുഞ്ഞു വാവയാണ്, എന്റെ അമ്മയുടെ എല്ലാവരോടും ഇപ്പൊ എനിക്ക് രാത്രി ആകുമ്പോഴാണ് പല്ല് തേച്ചിട്ട് കിടക്കും. ഒരു 2-3 വട്ടം പല്ല് തേക്കാനാണ് ഞാൻ പറയുന്നത്. പല്ലിന് വേന വരുമ്പോഴേ എന്റെ വേന മനസ്സിലാവും മക്കളെ. അപ്പം നിങ്ങൾ ചോക്ലേറ്റ് കഴിച്ചാൽ രാത്രി എന്തായാലും പല്ല് തേച്ചിട്ടേ കിടക്കാവും കേട്ടോ മക്കളെ. ഈ അടുത്തത് മെക്കോങ്കി അഗാർ. ഓക്കെ, മെക്കോങ്കി അഗാറിൽ നിങ്ങൾ സ്റ്റാഫിനെ വളർത്തിയാൽ you get this pink colonies. മക്കളെ നോക്കടാ, this is the Mekonghi agar. Mekonghi agarനകത്ത് എന്തുണ്ട് മോനെ? ലാക്ടോസ് ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്? ലാക്ടോസ് ഉണ്ട്. അപ്പൊ ചില ബാക്ടീരിയ ലാക്ടോസിനെ എന്ത് ചെയ്യും? ഫെർമെന്റ് ചെയ്യും, അല്ലെ? ഫെർമെന്റേഷൻ നടത്തും. അങ്ങനെ ഫെർമെന്റേഷൻ നടത്തിയാൽ ഒരു പ്രത്യേക കളർ അതിന് കിട്ടും. ഓക്കെ, പിങ്ക് കോളനീസ് ഉണ്ടാവും. ഓക്കെ, സോ Mekonghi agarനകത്ത് നിങ്ങൾ സ്റ്റാഫ് ഓറിയസ് ബാക്ടീരിയനെ വളർത്തിയാൽ lactose fermentation ഉണ്ടാകുന്നു, and the colonies formed will be what guys? Pink colonies. എന്താണ്? Pink colonies. Okay, ഇത്ര മനസ്സിലായോ? Next, the next one, it's not very important. Okay, just for the completion sake miss add ചെയ്താണ്, കുറച്ച് ഹൈഫൈ ആണ്. Phenolphthalein phosphate agar. Phenolphthalein phosphate agar എന്ന് പറഞ്ഞ മക്കളെ ഇവിടെ ഈ PP agar എന്ന് പറയും കേട്ടോ, ഷോർട്ട് ഫോമിൽ. PP agar നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാനൊരു പേഷ്യന്റ് സാമ്പിൾ എടുത്തു, ആൾക്ക് സ്റ്റാഫ് ഓറിയസ് മാത്രമല്ല വേറെ പല ബാക്ടീരിയസ് ആളുടെ സാമ്പിൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ PP agarൽ ഇതിനെ വളർത്താൻ നോക്കുന്നു. So what happens basically here is, that's what I said, see, it finds staph aureus in specimens having mixed organisms. ഒരു patient സാമ്പിളിനകത്ത് മക്കളെ കുറെ ഓർഗാനിസംസ് ഉണ്ട് എങ്കിൽ, ഓക്കെ, അതിനകത്ത് എനിക്ക് സ്റ്റാഫ് ഓറിയസ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു മിക്സ്ഡ് ഓർഗാനിസത്തിന്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് സ്റ്റാഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആ സാമ്പിൾ എന്ത് ചെയ്യുന്നു? PP agarൽ വളർത്തും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് പിങ്ക് കോളനീസ് ആണ്. എന്താ മോനെ? പിങ്ക് കോളനീസ് കിട്ടും. സോ ബേസിക്കലി നമ്മുടെ
സാമ്പിൾ എടുക്കുന്നു. ഓക്കെ, ആൻഡ് ഈ സാമ്പിൾ when we pass അമോണിയം ഹൈഡ്രോക്സൈഡ് ഈ സാമ്പിളുമായിട്ട് ഈ സാമ്പിളിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഈ സാമ്പിളിനകത്ത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഉണ്ടെങ്കിൽ വാട്ട് യു ഗെറ്റ് ഇസ് പിങ്ക് കോളനീസ്. എനിക്ക് പിക്ചർ കിട്ടിയില്ലടാ കേട്ടോ. അപ്പം ഈ പിങ്ക് സ്റ്റാഫ് ഓറിയസ് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? പിങ്ക് കോളനീസ് കിട്ടുന്നു, PP agar. ഓക്കെ, ഒരു കൾച്ചർ ഒരു ബ്ലഡ് സ്പെസിമെനകത്ത് അല്ലെങ്കിൽ പേഷ്യന്റ് സ്പെസിമെനകത്ത് എന്ത് സ്പെസിമെനും ആയിക്കോട്ടെ മിക്സ്ഡ് ഓർഗാനിസംസ് ഉണ്ട്, അതിനകത്ത് സ്റ്റാഫ് ഓറിയസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PP agarൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, ഈ സ്പെസിമെനകത്ത് നിങ്ങൾ എന്ത് കടത്തിവിടും? അമോണിയം ഹൈഡ്രോക്സൈഡ് കടത്തിവിടുമ്പോൾ പിങ്ക് കോളനീസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെസിമെനകത്ത് എന്തുണ്ട്? സ്റ്റാഫ് ഓറിയസും കൂടെ ഉണ്ട് കേട്ടോ. അടുത്തതിലേക്ക് പോവാം. ഇനി സെലക്റ്റീവ് മീഡിയ, ദിസ് ഇസ് ജസ്റ്റ് മഗപ്പ് എടാ, തിയറി എക്സാമിന് ജസ്റ്റ് മഗപ്പ്. വൈവയിലും ചിലപ്പോൾ ചോദിക്കാം. നമ്മുടെ സ്റ്റാഫ് ഓറിയസിനെ വളർത്താൻ വേണ്ടി മാത്രമുള്ള 2 മീഡിയാസ് ആണ്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ലുഡ്ലാംസ് മീഡിയ, മറ്റേതെന്താ മോനെ? മാനിറ്റോൾ സോൾട്ട് അഗാർ. ഓക്കെ, ഇത് സ്റ്റെഫിലോകോക്കസ് ഓറിയസിന് വേണ്ടി മാത്രമുള്ള സെലക്റ്റീവ് മീഡിയ ആണ്. ഇതിനകത്ത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഒരു സ്പെസിമെൻ എനിക്ക് കിട്ടി, ഓക്കെ, പേഷ്യന്റ് സ്പെസിമെൻ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അയാളുടെ സിംറ്റംസ് വെച്ച് അത് സ്റ്റാഫ് ഓറിയസ് ആണോ എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്റ്റീവ് മീഡിയ ലുഡ്ലാംസ് മീഡിയയിൽ അത് വളർത്താൻ നോക്കിയാൽ അത് സ്റ്റാഫിന് വേണ്ടി മാത്രമുള്ള മീഡിയ ആണ്, നന്നായി സ്റ്റാഫ് വളരും കേട്ടോ. സെലക്റ്റീവ് മീഡിയ. ഓക്കെ മക്കളെ, ഇനി അടുത്തത് മക്കളെ നെക്സ്റ്റ് ഇസ് ആന്റിജനിക് സ്ട്രക്ചർ ഓഫ് സ്റ്റാഫ് ഓറിയസ്. ഓക്കെ, ആന്റിജനിക് സ്ട്രക്ചർ. ഈ ആന്റിജൻ എന്ന് വെച്ചാൽ സ്റ്റാഫ് ഓറിയസിന്റെ സെൽ വാളിൽ എന്തുണ്ട്, ബേസിക്കലി അതിന്റെ സെൽ സ്ട്രക്ചർ ഇത് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം എന്താണെന്നറിയോ, ഈ നിങ്ങൾ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി റെസിസ്റ്റൻസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് സോ യു ഹാവ് ടു നോ ദിസ്. ഓൾറൈറ്റ്, സോ ഇപ്പൊ സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റാഫ് ഓറിയസിന് എന്തൊക്കെയുണ്ട്? ഓക്കെ, ഇറ്റ് ഹാസ് എ സെൽ വാൾ, ഇറ്റ് ഹാസ് എ സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിൻ ഉണ്ട് മോനെ. ഓക്കെ, ആൻഡ് അതിന് ചുറ്റിനും എന്തുണ്ട് മക്കളെ? ദിസ് ഇസ് എ സെൽ. ഞാൻ ഈ യെല്ലോ കളറിൽ വരച്ചേക്കുന്നതാണ് സെൽ വാൾ. ഓക്കെ, ആൻഡ് ചില സ്റ്റാഫിന് സ്ലൈം അതിന്റെ പുറത്തൊരു ക്യാപ്സ്യൂൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. സോ ജസ്റ്റ് റിമെമ്പർ, നമ്മുടെ സ്റ്റാഫ് ഓറിയസിന് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ മണ്ടയിൽ എന്തുണ്ട് മക്കളെ? ഒരു സെൽ വാൾ ഉണ്ട്. നൗ ഞാൻ പറഞ്ഞു ഇതൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് അല്ലെ? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. എല്ലാ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളിലും പെപ്റ്റിഡോഗ്ലൈക്കാൻ ആൻഡ് ടീക്കോയിക് ആസിഡ്സ് ഉണ്ട് കേട്ടോ. എല്ലാ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലും ഈ 2 കോമ്പണന്റ്സ് ഉണ്ട് മക്കളെ, പെപ്റ്റിഡോഗ്ലൈക്കാനും ടീക്കോയിക് ആസിഡും. ഓക്കെ ഫൈൻ. ആൻഡ് വെരി ഇമ്പോർട്ടന്റ്, ഇവരുടെ സെൽ വാളില് there is something called as protein A. ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. സെൽ വാളിൽ മിസ് ഇപ്പൊ വരച്ചേക്കുന്നതാണ് എന്ത് മക്കളെ? പ്രോട്ടീൻ A. And also another structure called as clumping factor. ഓക്കെ, അപ്പോ ഈ സ്റ്റെഫിലോകോക്കസ് ഓറിയസിന് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ മിസ് പറയുമ്പോൾ this becomes important. അടുത്തത് MRSA VRSA പഠിപ്പിക്കാം, മെത്തിസിലിൻ റെസിസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആണ്. ഈ സെൽ വാളില് സ്റ്റെഫിലോകോക്കസ് ഓറിയസിന് 2 ഇമ്പോർട്ടന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് മോനെ. ഒന്ന് പ്രോട്ടീൻ എയും മറ്റേത് എന്താണ്? ക്ലംപിംഗ് ഫാക്ടറും. ഓക്കെ, ഇപ്പൊ പേര് മാത്രം പഠിക്കാം. Okay, next we'll talk about the toxins. Okay, നമ്മുടെ സ്റ്റാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് എന്തൊക്കെയാണ്? So the first one is called as cytolytic toxin. എന്ന് പറഞ്ഞ മക്കളെ, ഈ സ്റ്റാഫ് നമ്മുടെ ബോഡിയിലേക്ക് ചെന്നാൽ നമ്മുടെ സെൽസിനെ എന്ത് പറ്റും? സെൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും അല്ലെ? ലൈസിസ് എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ പലതരത്തിലുള്ള ടോക്സിൻസ് സ്റ്റെഫിലോകോക്കസ് ഉണ്ടാക്കാറുണ്ട്. അതിന്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ എന്താ മോനെ? സൈറ്റോലൈറ്റിക് ടോക്സിൻ. നമ്മുടെ ബോഡിനകത്ത് കയറി നമ്മുടെ സെൽസിനെ ആ ടോക്സിൻ എന്ത് ചെയ്യും? കട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, 2 എൻഡറോടോക്സിൻ. എൻഡറോടോക്സിൻ എന്ന് പറഞ്ഞ മക്കളെ, ഇങ്ങനെ സ്റ്റെഫിലോകോക്കസ് ഓറിയസ് നമ്മുടെ ബോഡി കയറി എന്ന് വെച്ചോളൂ. ഈ ടോക്സിൻ എൻഡറോടോക്സിൻ ആണ് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നതെങ്കിൽ അത് എവിടെ എഫക്ട് ചെയ്യുന്ന അറിയാം? എൻഡറോ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്റ്റൈൻ ആണ്. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ചെന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും, വോമിറ്റിംഗ്, ഡയറിയ അങ്ങനെ. ഓക്കെ, പിന്നുള്ള ടോക്സിൻ ആണ് this TSST, which is toxic shock syndrome toxin. Okay, ഈ toxic shock syndrome toxin എന്ന് പറഞ്ഞാൽ ലേഡീസിലെ ഫീമെയിൽസ് ടാംപോൺസ് യൂസ് ചെയ്യല്ലോടാ. ഈ മെൻസിന്റെ സമയത്ത് ടാംപോൺസ് യൂസ് ചെയ്യാറുണ്ട് ചില ഫീമെയിൽസ്. അപ്പൊ അവര് അൺഹൈജീനിക് ആയിട്ട് ആണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റെഫിലോകോക്കസ് ഓറിയസ് അവരുടെ ബോഡിയിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ
സ്റ്റാഫ് ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോക്സിൻ മോസ്റ്റ്ലി നമ്മൾ കാണുന്ന ടോക്സിൻസ് സ്റ്റാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ആണ് TSST. ഓക്കെ, ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ. പിന്നുള്ളത് എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ എന്ന് പറയും. അങ്ങനെ എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ എന്ന് പറഞ്ഞാൽ ഇതും സ്റ്റാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ടോക്സിൻ ആണ്. ഇത് ബേസിക്കലി സ്കിൻ കണ്ടീഷൻ ഉണ്ടാക്കും. ഓക്കെ, ദിസ് കോസസ് സംതിങ് കോൾഡ് ആസ് SSSS. ഓക്കെ, ഈ SSSS ഫുൾ ഫോം നിങ്ങൾ താഴെ എഴുതുക കേട്ടോ. SSSS ഫുൾ ഫോം എന്താണെന്ന് മക്കള് താഴെ കമന്റ് സെക്ഷനിൽ എഴുതണം കേട്ടോ. അപ്പൊ ഈ എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. ഈ ടോക്സിൻ ആണ് ഒരാളുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അയാളുടെ സ്കിന്നിലായിരിക്കും പ്രശ്നം. ആ സ്കിൻ ഡിസീസിന്റെ പേരാണ് SSSS. അത് ഷോർട്ട് ഫോം ആണ് മക്കളെ. ഫുൾ ഫോം മക്കളെ താഴെ കമന്റ് സെക്ഷനിൽ ഇടണം കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ് മക്കളെ. ദിസ് I think let's call it a day. Okay, മിസ്സിനും കുറച്ച് പണിയുണ്ട്. മൈ ചൈൽഡ് ഹസ് കം. അപ്പം ഇനി അവൾക്ക് ഫുഡ് കൊടുക്കണം. നാളെ I think കുറച്ചും കൂടെ സ്ലൈഡ്സ് ഉണ്ട് ബാക്കി. നമുക്ക് നാളെ അടുത്ത ക്ലാസ് എടുക്കാം കേട്ടോ. സ്റ്റാഫിന്റെ കണ്ടിന്യൂഷൻ നാളെ എടുക്കാം. ഓൾറൈറ്റ്. സോ മൈ ചൈൽഡ് അവൾ പുറത്തേക്ക് ഡോറിന്റെ. അപ്പൊ ഞാൻ പോട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഓൾറൈറ്റ്. Eat lot of fruits and vegetables. Avoid junk. Stay fit. God bless you all. Bye bye. Bye bye guys. Bye.